ജമ്മുകശ്മീരിലെ ദോഡയിൽ ഭീകരരുമായുണ്ടായുള്ള ഏറ്റുമുട്ടലിൽ 5 സൈനികർ കൊല്ലപ്പെട്ടു. ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് കരസേനയും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ആണ് ചേരുന്നത്. ശ്രീരാജ്, ഭീകരർക്കായുള്ള തിരച്ചിലിലാണ് സൈനികർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറെ ദാരുണമായ സംഭവം തന്നെയാണ്. നിലവിൽ ഏത് രീതിയിലാണ് കശ്മീരിൽ ഒരു സുരക്ഷ എത്രമാത്രം ശക്തമാണ്? ഇപ്പോൾ എങ്ങനെയാണ് അവിടെ സംഭവങ്ങൾ? സ്വാതി, കാശ്മീരിലെ ദോഡയ്ക്കടുത്ത വനമേഖലയിലാണ് ഇത്തരത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി കരസേനയും അതുപോലെ തന്നെ കാശ്മീർ പോലീസും സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചത്. രാത്രി ഏകദേശം 9 മണിയോടെ തന്നെ ഏറ്റുമുട്ടലുണ്ടായി. 5 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. അവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 5 സൈനികർ കൊല്ലപ്പെട്ടു. അഞ്ചാമത്തെ സൈനികനും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ സേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. ഈ ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. മന്ത്രി രാജ്നാഥ് സിംഗ് ഏറ്റവും ഒടുവിൽ കരസേനാ മേധാവിയുമായി സംസാരിച്ചു, ചർച്ച നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ പാക് കേന്ദ്രീകൃത സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. സ്ഥലത്തേക്ക് കൂടുതൽ സൈന്യത്തെ എത്തിച്ച് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്വാതി, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ കത്വയിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. അവിടെയും 5 ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദോഡയിലും ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 5 സൈനികർ കൊല്ലപ്പെട്ടത്, ഭീകരരാൽ 5 സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിനിടെ BJP-യുടെ തെറ്റായ നയങ്ങളാണ് തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളിൽ ശക്തമായ നടപടി വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാതി. ശരി ശ്രീരാജ്, ജമ്മു കാശ്മീരിലെ ദോഡയിലാണ് ഭീകരരുമായുണ്ടായുള്ള ഏറ്റുമുട്ടലിൽ 5 സൈനികർ കൊല്ലപ്പെട്ടത്. ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന വിവരത്തെ തുടർന്ന് കരസേനയും ജമ്മുകശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണമുണ്ടായത്.